ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഈ സീസണിന്റെ അവസാനത്തെ ലൈവ് അപ്ഡേറ്റ് എന്നൊക്കെ പറയാം. ലൈവിൽ കുറെ നേരമായിട്ടൊരു ഗ്രൂമിംഗ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു സലൂൺ പോലെയൊക്കെ ബിഗ് ബോസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും മുടിയും താടിയും ഒക്കെ സെറ്റ് ചെയ്ത് ഈ 4 പേരുടെയും പിന്നെ അനിമോളെയും കുറെ എന്തൊക്കെയോ ചെയ്ത് നല്ല വെടിപ്പാക്കി, 5 പേരെയും നല്ല വെടിപ്പാക്കിയാണ് ബിഗ് ബോസ് നിർത്തിയത്. ഫിനാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ബിഗ് ബോസ് എല്ലാവരെയും ഗാർഡൻ ഏരിയയിൽ വിളിച്ചു നിർത്തി. 1 day to go എന്ന് പറയുന്ന ആ ഒരു സൈനിന്റെ പുറകില് പിടിച്ചു നിർത്തി. 5 പേര് ടോപ്പ് 5: അനിമോള, നെവിൻ, ഷാനവാസ്, അക്ബർ, അനീഷ്. ഇവരാണ് ഈ സീസണിന്റെ ടോപ്പ് 5. ബിഗ് ബോസ് മലയാളം സീസൺ 7 7ന്റെ പണി ടോപ്പ് 5. ഇവര് ആ 1 day to go സൈനിന്റെ പുറകില് നിരന്ന് നിന്നു. എന്നിട്ട് ബിഗ് ബോസ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് പറയുന്നുണ്ട്. 1.5 മണിക്കൂർ എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും കളിച്ചിരി തമാശകളും എല്ലാം ലൈവ് സ്ട്രീമിങ്ങിലൂടെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഹോട്ട്സ്റ്റാറിലെ 24/7 ലൈവ് സ്ട്രീമിങ്ങിലൂടെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരുന്ന ഒരു വ്യൂവർഷിപ്പ് ആയിരുന്നു ഈ സീസണിൽ ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ അത്രയും നല്ലൊരു കാഴ്ച വിരുന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റിയത് എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ലൈവ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് എന്ന് ബിഗ് ബോസ് പറയുന്നു. ഹോട്ട്സ്റ്റാറിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും മത്സരാർത്ഥികള് താങ്ക്സ് പറയുന്നുണ്ട്. താങ്ക് യു പ്രേക്ഷകർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലൈവ് സ്ട്രീം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഗ്രാൻഡ് ഫിനാലെ മാത്രമാണ് ബാക്കി. ഈ ഒരു രാവിനപ്പുറം ഗ്രാൻഡ് ഫിനാലെയാണ്. നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ. ഈ സീസൺ പെട്ടെന്ന് അവസാനിച്ച പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഈ സീസൺ പോയ പോലെ തോന്നി. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് അവസാനിച്ച പോലെ തോന്നി. അതെന്താണോ, എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം ചിലപ്പോ. ലൈവില് കണ്ടിട്ട് പോലും ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. ഇന്നത്തെ ദിവസം ഇത്തിരി സ്ലോ ആയിട്ടാണ് പോയത്. അത് 99ാമത്തെ ദിവസം ആയതുകൊണ്ട് നല്ല സ്ലോ ആയിട്ടാണ് പോയത്. നല്ല തമാശയൊക്കെ നിറഞ്ഞൊരു ദിവസമായിരുന്നു. പോസിറ്റീവ് വൈബിൽ പോയൊരു ദിവസമാണ്. ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇന്നത്തെ ദിവസം പോയത്. ലേഡ് ബാക്ക് ആയിട്ടാണ് പോയത്. പക്ഷെ ഇത്രയും ദിവസം, ഇന്നലത്തെ ആ ഒരു ദിവസം രാത്രി 2 മണി 3 മണി വരെ ഹാപ്പനിങ്സ് നടന്നുകൊണ്ടിരുന്ന ഒരു ലൈവാണ്. എന്നിട്ട് ഇന്നാണ് ഇത്തിരി ഒരു സ്ലോ ആയിട്ട് പോയത്. ഇന്നലെ വരെ അത് ഫാസ്റ്റ് ആയിരുന്നു. ഭയങ്കര പെട്ടെന്ന് അടിച്ചടിച്ച് പോയ ഒരു ലൈവായിട്ടാണ് തോന്നുന്നത്. അതില് ഈ 5 മത്സരാർത്ഥികൾക്ക് നല്ല വലിയ പങ്ക് തന്നെയുണ്ട്. ഇപ്പൊ നമ്മള് അക്ബറിനെ എടുക്കുകയാണെങ്കിൽ അക്ബർ ഒരു ഗ്രൂപ്പ് ഗെയിമർ ആയിരുന്നു, ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ അനിമോളെ എടുക്കുകയാണെങ്കിൽ അനിമോൾ ഒരു ഡ്രാമറ്റിസ്റ്റ് ആയിരുന്നു. നെവിനെ എടുക്കുകയാണെങ്കിൽ നെവിൻ ഒരു 24/7 എന്റർടൈനർ ആയിരുന്നു. ഷാനവാസ് ഭയങ്കര റോ ആയിട്ട് റിയൽ ആയിട്ട് പച്ചയ്ക്ക് നിന്ന് കളിച്ചൊരു ഗെയിമറാണ്, മാനിപ്പുലേറ്ററും കൂടിയാണ്. അനീഷ് മൈൻഡ് ഗെയിമറാണ്. അപ്പൊ ഇങ്ങനെ ഈ 5 പേർക്കും അവരുടേതായ സവിശേഷതകളുണ്ട്. ഇപ്പൊ നമ്മൾ ആരെയും മോശമായിട്ടോ താഴ്ത്തിക്കിട്ടോ ഒന്നും പറയുന്നില്ല. 5 പേരും മികച്ച പ്ലെയേഴ്സ് തന്നെയാണ്. ഇവർ 5 പേരും ഈ ഒരു സീസണില് ടോപ്പ് 5-ൽ നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ളവർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരുന്നില്ല. ഗ്രാൻഡ് ഫിനാലെക്ക് വേണ്ടി കാത്തിരിക്കാം. നാളെ 7 മണിക്കാണ്. ബൈ.